സത്യത്തിൽ നിലമ്പൂരിന്റെ മനസ്സു കീഴടക്കുകയാണ് എം സ്വരാജ്. കാരണം നമുക്കറിയാം കിട്ടുന്നൊരു സ്വീകാര്യത, സ്വരാജിനെ കേൾക്കാൻ വരുന്ന ആളുകളുടെ എണ്ണം, ആളുകളുടെ ഒരു ഇഷ്ടം, ഇതൊക്കെ ഓരോ ദിവസവും നിങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു സംശയവുമില്ലാതെ പറയാം, നിലമ്പൂരിന്റെ മനസ്സ് അക്ഷരാർത്ഥത്തിൽ എം സ്വരാജ് കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ സംസാരിച്ചപ്പോൾ തന്നെ നമ്മൾ കണ്ടതാണ് എത്ര പക്വത നിറഞ്ഞ പ്രതികരണം. തൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്നവരെക്കുറിച്ച് ഒരു അധിക്ഷേപ വാക്ക് പോലും പറയാതെ, എന്നാൽ അവർ കാണിച്ച തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് അവർ തിരുത്തുമായിരിക്കും എന്ന പ്രതീക്ഷ പങ്കുവയ്ക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ, ഒരു രാഷ്ട്രീയ നേതാവിനെ, നമുക്ക് ഒരു പക്വതയാർന്ന നേതാവിനെ നമുക്ക് എം സ്വരാജിൽ കാണാൻ കഴിയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നത്തെ സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിന്റെ വിവരങ്ങളുമായി ഷമി പ്രഭാകർ നമ്മളോടൊപ്പം ഉണ്ട്, നിലമ്പൂരിൽ നിന്ന് ചേരുകയാണ്. ഇന്ന് ചുങ്കത്തറ പഞ്ചായത്തിലാണ് സ്വരാജിന്റെ പര്യടനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഷമി, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ നേരത്തെ സ്വരാജുമായി സംസാരിക്കുന്നത് കണ്ടിരുന്നു. കഴിഞ്ഞ ദിവസം നിലമ്പൂരിലുണ്ടായ കോൺഗ്രസിന്റെ രാഷ്ട്രീയ നാടകങ്ങളെക്കുറിച്ച് വളരെ പക്വതയാർന്ന രീതിയിൽ മറുപടി പറയുന്ന എം സ്വരാജിനെ കാണാൻ കഴിഞ്ഞു. ഒപ്പം തന്നെ സ്ഥാനാർത്ഥിയുടെ ഇന്നത്തെ പര്യടന വഴികൾ, പ്രചരണം പരിപാടികൾ എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് മനു. ഞാനിപ്പോൾ നിൽക്കുന്നത് സ്വരാജിൻ്റെ വീട്ടിലാണ്. രാവിലെ തന്നെ മാധ്യമങ്ങൾ വീട്ടിലേക്ക് എത്തിയിരുന്നു. സ്വരാജ് പര്യടനത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. അദ്ദേഹം ഒരുങ്ങി കഴിഞ്ഞു. അതിനുശേഷമാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. അദ്ദേഹം പ്രധാനമായിട്ടും പറഞ്ഞത് ഈ ജില്ലാ ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രതിഷേധം ഇച്ചിരി അതിര് കടന്നുപോയി എന്നുള്ളതാണ് പൊതുവെ ഉയർന്നു വന്ന ഒരു അഭിപ്രായം. അതായത് ജില്ലാ ആശുപത്രിയിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട വഴി തടഞ്ഞുകൊണ്ടാണ് അവർ പ്രതിഷേധം പ്രകടിപ്പിച്ചത്. പിന്നീട് ആശുപത്രിയിലേക്ക് പോകാൻ മറ്റ് ചെറിയ വഴികളിലൂടെയൊക്കെ പോകേണ്ട ഒരു സാഹചര്യമാണ്. അതാണ് ഇന്ന് സ്വരാജ് ചൂണ്ടിക്കാണിച്ചത്. അത്തരമൊരു പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശം ഉണ്ട്, അതിനെ ആരും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഇതുപോലെ ഒരു പ്രധാനപ്പെട്ട ആശുപത്രിയിലേക്ക് പോകുന്ന വഴി തടഞ്ഞുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം ശരിയായിരുന്നോ എന്നുള്ളതാണ്. അപ്പോഴാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചത്. അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഈ സമരം നടത്തിയ ആൾ രംഗത്ത് വന്നിരുന്നു. അതായത് മറ്റ് ബദൽ മാർഗങ്ങൾ അവിടെ ഉണ്ട് എന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് പ്രധാനപ്പെട്ട വഴി തടഞ്ഞത് എന്ന ന്യായീകരണമാണ് അദ്ദേഹം നൽകിയത്. പക്ഷേ ആ ന്യായീകരണം ഒരു കാരണവശാലും നിലനിൽക്കുന്നതല്ല എന്നുള്ളതാണ് സ്വരാജ് ചൂണ്ടിക്കാട്ടിയത്. കാരണം ആശുപത്രിയിലേക്ക് എമർജൻസിയായി എത്തുന്ന, രോഗികളുമായി എത്തുന്ന ആംബുലൻസോ മറ്റ് വാഹനങ്ങളോ ഒക്കെ കടന്നു വരുന്നത് ഈ വഴിയിലൂടെയാണ്. അത് തടഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധം പിന്നീട് അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്നത് ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സ്വരാജ് ചൂണ്ടിക്കാട്ടിയത്. അത് തെറ്റായി പോയിന്നെങ്കിലും കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയണം. കാരണം സംഭവിച്ചത് സംഭവിച്ചു. ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം. കാരണം സാധാരണപ്പെട്ട മനുഷ്യർ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് ജില്ലാ ആശുപത്രി, സർക്കാർ ആശുപത്രി. അവിടേക്ക് വരുന്നത് സാധുക്കളായ മനുഷ്യരാണ്. അവർക്ക് ചികിത്സ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് കോൺഗ്രസിൻ്റെ ഈ ഒരു സമരം കാരണം ഉണ്ടായത്. ഇനിയെങ്കിലും ഇത്തരത്തിൽ ഒരു സമരം ഉണ്ടാകാതിരിക്കാൻ കോൺഗ്രസ് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് ജമാഅത്ത് ഇസ്ലാമി UDFന് പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. മുൻകാലങ്ങളിലും ഇത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. എല്ലാ കാലത്തും ജമാഅത്ത് ഇസ്ലാമി UDFനെ സഹായിക്കുന്ന നിലപാട് തന്നെയാണ് എല്ലാ അർത്ഥത്തിലും സ്വീകരിച്ചിട്ടുള്ളത്. അതിൽ പ്രത്യേകമായ പുതുമയൊന്നുമില്ല. പക്ഷേ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടും എന്നുള്ള വിഷയം കൂടി സ്വരാജ് പറഞ്ഞു വെച്ചു. ഇന്ന് സ്വരാജിൻ്റെ ആദ്യഘട്ട പര്യടനം ഇന്നത്തെ ദിവസം കൊണ്ട് പൂർത്തിയാവുകയാണ്. ഇന്ന് ചുങ്കത്തറ പഞ്ചായത്തിലാണ് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പര്യടനം. അതിനുശേഷം നാളെ മുതൽ വീണ്ടും രണ്ടാം ഘട്ട പര്യടനം ആരംഭിക്കുകയാണ്. മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ വിഭാഗം ജനങ്ങളുടെ ഇടയിലേക്കും ഹൃദയം കൊണ്ട് കടന്നു ചെല്ലാൻ സ്വരാജിന് കഴിയുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഒരു അമ്മ ഈ സ്വരാജിനെ കാണാനായിട്ട് ഓടി വരുന്ന ഒരു ദൃശ്യം, അത്തരം ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നു. അത് ഒന്നും രണ്ടും ഒന്നും അല്ല മനു, എല്ലാ സ്ഥലങ്ങളിലും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സ്വീകാര്യത, അതിലൊരു പ്രധാനപ്പെട്ട ഘടകം സ്വരാജിൻ്റെ ഈ പ്രസംഗങ്ങൾ. നമ്മളുടെ ആൻഡ്രോയിഡ് ഫോണും മറ്റ് ഫോണുകളിലൂടെ ഈ അമ്മമാരും ഈ സഹോദരിമാരും ഒക്കെ തന്നെ വലിയ തോതിൽ കാണുന്നുണ്ട്. സ്വരാജിൻ്റെ വാക്കുകൾ അവരെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വരാജിനെ നേരിൽ കാണാൻ വളരെ ആകാംക്ഷയോടുകൂടി കടന്നു വരുന്ന ഒരുപാട് മനുഷ്യർ, പ്രത്യേകിച്ചും സ്ത്രീകളെ, അമ്മമാരെ, സഹോദരിമാരെ ഒക്കെ നമുക്ക് വലിയ തോതിൽ കാണാൻ കഴിയുന്നുണ്ട്. പലപ്പോഴും സ്വരാജിൻ്റെ പ്രസംഗങ്ങൾ അവർക്ക് കാണാൻ കഴിഞ്ഞത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങളൊക്കെ സജീവമായി വരുന്ന ഒരു ഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ഈ അമ്മമാരുടെയും ഈ സ്ത്രീകളുടെയും ഒക്കെ ഇടയിലേക്ക് വ്യാപകമായി എത്താൻ തുടങ്ങിയത്. അന്നേരമാണ് ഇവർക്ക് സ്വരാജിനെ നേരിൽ കാണാനുള്ള ഒരു വലിയ താല്പര്യം ഉയർന്നു വരികയും ഈ സ്വരാജ് സ്വീകരണത്തിനായി എത്തുന്ന പ്രദേശങ്ങളിലും വഴിയോരങ്ങളിലും ഒക്കെ തന്നെ ഇവർ സ്വരാജിനായി കാത്തു നിൽക്കുകയും ചെയ്യുന്നത്. എന്തായാലും നിലമ്പൂർ മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വലിയ തോതിലൊരു സ്വീകാര്യത സ്വരാജിന് ഉണ്ടാകുന്നുണ്ട്. ഇന്ന് ആദ്യഘട്ട പര്യടനം പൂർത്തിയാവുകയാണ്. നാളെ മുതൽ രണ്ടാം ഘട്ട പര്യടനത്തിലേക്ക് മാറുകയാണ്. ഒപ്പം തന്നെ സംസ്ഥാനത്തെ പ്രമുഖ LDF നേതാക്കൾ, ഒപ്പം തന്നെ മന്ത്രിമാർ ഒക്കെ തന്നെ ഇന്ന് മണ്ഡലത്തിലുണ്ട്. വിവിധ
പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് മന്ത്രിമാരടക്കമുള്ളവർ പ്രചരണ പ്രവർത്തനങ്ങൾക്കും വോട്ട് പിടിക്കാനും ഒക്കെ നേതൃത്വം നൽകുന്നത്. അവർക്കും വലിയ തോതിൽ ജനങ്ങളുടെ ഒരു അംഗീകാരവും സ്നേഹവും പകർന്നു കിട്ടുന്നത് നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. മനു, ശരി, തുടരുക ഷമി. ഞാൻ ഷമിയിലേക്ക് പിന്നീട് മടങ്ങിയെത്താം.